ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് പഴങ്കഞ്ഞി കഴിക്കണമായിരുന്നു. അപ്പോൾ അതിന് തലേദിവസം അമ്മ ചോറിൽ വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളക്കാന്താരി പറിക്കാൻ പോവുകയാണ്. അപ്പം വെള്ളക്കാന്താരി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ചായിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മുല്ലമുട്ട് പോലെ ആയിട്ടുണ്ട്. കുറേ ഇതിനകത്ത് കാന്താരി പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഒരു ഗ്രോ ബാഗിലാണ് അത് നട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിക്കും ഇതിൻ്റെ സീഡൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറി കടയിലുണ്ടല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ കിട്ടും. അവിടെയൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത് കുറേ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരൊക്കെ ഈ കടകളിലൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അന്നേരം നമ്മൾ ഈ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ അത് പഴുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ പഴിപ്പിച്ചിട്ട് അതിൻ്റെ അരി പാകി കിളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കുറേ തൈ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ നട്ടു വെച്ചു. അപ്പോൾ അതിൽ 2 എണ്ണമാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പച്ച ഉണ്ടമുളക്, വയലറ്റ് ഉണ്ടമുളക്, ഇതൊക്കെ എല്ലാം കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടുന്ന് നമുക്ക് അങ്ങനെ മേടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പാകി കിളിപ്പിച്ചാണ് ഇതെല്ലാം. അപ്പോൾ ഇത് പച്ചക്കാന്താരിയാണ്. ഇപ്പോൾ പച്ചക്കാന്താരി നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വയലറ്റ് ഉണ്ടമുളക്. ഇതെല്ലാം നമ്മൾ വെയിലത്ത് വെച്ചാലേ നന്നായിട്ടത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യത്തുള്ളേ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത് നമ്മളൊരു ചെറിയൊരു മൺകലത്തിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചീമക്കൊന്നയൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പച്ചക്കാന്താരിയും കൂടെ ഞാൻ പറിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റാണ് ഈ പച്ചക്കാന്താരി. എൻ്റെയും ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് പറിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ കുറേ പറിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ കിട്ടുന്ന ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നുള്ളി എടുക്കുവാണ്. ഇപ്പോൾ ഈ ഒരു മഴ സമയത്തുണ്ടല്ലോ, ഈ കാന്താരിയൊക്കെ നമ്മുടെ പറമ്പിൽ വെറുതെ ആണെങ്കിലും കിളിർത്ത് വരും. അപ്പോൾ അത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു വെക്കുകയാണെങ്കിലേ നമുക്ക് ഈ വേനൽക്കാല സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് കാന്താരി പറിക്കാൻ പറ്റും. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു 3-4 എണ്ണമൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നിലത്ത് ഉള്ള കാന്താരിയാണ്. ഇതൊന്നും നമ്മൾ നട്ടതല്ല. ഈ മഴ സമയത്തൊക്കെ നേരത്തെയൊക്കെ ഉള്ളതിൻ്റെ വിത്തൊക്കെ കിളിർത്ത് വന്നതാണ്. അപ്പം നമ്മൾ ഈ പഴങ്കഞ്ഞി ചേർക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോൾ ചുവന്നുള്ളി നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഈ പല സ്ത്രീ രോഗങ്ങൾക്കും ഒക്കെ തന്നെ ഈ ചുവന്നുള്ളി വളരെ നല്ലതാണ്. നമുക്ക് വയറിലൊക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് ഈ ചെറിയ ഉള്ളി. അപ്പം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഈ കാന്താരിയും എല്ലാം കൂടി ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഇതേ കണ്ടോ, ഞാനിതിന് നേരത്തെ അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് കുറച്ച് ഊറ്റിയെടുത്തു. എനിക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഈ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഓപ്ഷണലാണ്. കുറച്ച് കറിവേപ്പിലയാണ്. ഞാൻ ഈ കറിവേപ്പില ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മഴ സമയമൊക്കെ അല്ലേ, നമ്മൾ കുറച്ച് പച്ചിലകളൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നത് വളരെ നല്ലതാണല്ലോ. പിന്നെ ഇത് കയ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ജസ്റ്റ് നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഈ പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം കൂടി ഈ കഞ്ഞിക്കകത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ. അപ്പോൾ ഈ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണ്ട, പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകും. നിങ്ങൾക്കറിയാമല്ലോ, ബ്രെയിനിൽ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പുളിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറേ ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയാസ് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഡോപ്പമൈനൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കുറച്ചൊരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നൽകും. ഈ പുളിച്ച ഭക്ഷണങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ചട്ടികളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഗാർഡനിങ് ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്ഡക്കിൻ്റെ വളങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ആലപ്പുഴ ജില്ലയിലെ മാങ്കാങ്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് മാവേലിക്കര ഫാം ഹൗസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇതുള്ളത്. റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു അഗ്രോ ഷോപ്പ് ഉള്ളത്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമുക്ക് ഈ സീഡ്സും അതുപോലെ തന്നെ ചട്ടികളും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. പല തരത്തിലുള്ള കണ്ട പല കളറിലുള്ള ഡിസൈനിലൊക്കെയുള്ള ചട്ടികളുണ്ട് ഇവിടെ.
അപ്പോൾ ചട്ടികളൊക്കെ തുടങ്ങുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ചട്ടികൾ തുടങ്ങുന്നത് 19 രൂപ തൊട്ടാണ്. ഇതിന് മുന്നേയൊക്കെ ഞാൻ ചില കടകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചട്ടികളൊക്കെ മേടിച്ച സമയത്ത് 40 രൂപയായിരുന്നു. അപ്പോൾ ആ ചട്ടിക്കൊക്കെ ഇവിടെ വരുമ്പോൾ വില വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടെ നല്ല ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉണ്ട്. 30 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. പിന്നെ അതുപോലെ തന്നെ സാധാ വിത്തുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ വെണ്ടയുടെയും പയറിൻ്റെയും ഒക്കെ മേടിച്ചത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് സീഡിൻ്റെ ട്രേ ആണ്. ഇതിന് 22 രൂപയാണ്. നല്ല വലിയൊരു ട്രേ ആണിത്. പിന്നെ ഇതൊക്കെ ചെടികളൊക്കെ കുത്തി വെക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് ഓർക്കിഡൊക്കെ തൂക്കിയിടാനായിട്ടുള്ള ഹാങ്ങിങ്സും സംഭവങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഗാർഡനിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ നല്ലൊരു ഷോപ്പാണ്. ഇത് കണ്ടോ, ഇത് ഈ ഹാങ്ങിങ്സ് ആണ്, നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ തൂക്കിയിടാനായിട്ടുള്ളത്. ഇതിന് ഒരെണ്ണത്തിന് 22 രൂപയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത് ഉള്ളൊരു റോപ്പാണ്. അപ്പോൾ അത് ഒരു 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിടാമല്ലോ. ഇത് കണ്ടോ, പല സൈസിലുള്ള ചെടിച്ചട്ടികളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഓവൽ ഷേപ്പിലുള്ളതും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചെടികൾ മാത്രമല്ല കേട്ടോ, നമുക്ക് പച്ചക്കറികളൊക്കെ ടെറസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഉപകരിക്കും. പിന്നെ ഇവിടെ കുറേ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ജൈവവളങ്ങളും അതുപോലെ തന്നെ രാസവളങ്ങളും കീടനാശിനികളും എല്ലാം തന്നെയുണ്ട്. കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ചാണക കമ്പോസ്റ്റൊക്കെ ഉണ്ട്. ചാണക കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം, അതിൻ്റെയൊക്കെ കമ്പോസ്റ്റ്, പിന്നെ പോട്ടി മിക്സ്ചർ, പിന്നെ ഈ ചകിരിച്ചോറ്, അങ്ങനെ കുറേ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് പല സൈസിലുള്ള സ്പ്രെയറാണ്. ഇതിനെല്ലാം ഓരോ സൈസിനനുസരിച്ചാണ് വില. അപ്പോൾ ഇതിന് 50 രൂപയാണ് ഉള്ളത്. ഇതാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്പ്രെയർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വാങ്ങണമായിരുന്നു. പിന്നെ നമുക്ക് ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ കുറേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാനായിട്ടുള്ള കരണ്ടികൾ, അങ്ങനെയൊക്കെ പല തരത്തിലുള്ളതുണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ പല സൈസിലുള്ള സിസേഴ്സാണ്. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് ചട്ടികളും പിന്നെ കുറച്ച് ഹാങ്ങിങ്സും സീഡ്സും എല്ലാം മേടിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പം നല്ല വിശപ്പായിരുന്നു. അപ്പം തകരത്തോരനും പിന്നെ കക്കയുടെ റോസ്റ്റും അതുപോലെ തന്നെ തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിച്ചു. ഈ മഴ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു ഇലത്തോരൻ ഉണ്ടാക്കിയിരിക്കണം. അത് നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്കാണ്. ഇത് കുറേ നാളായി ഇവിടോട്ട് വന്നിട്ട്. ഇവിടെ കുറേ ചേമ്പും കിഴങ്ങും എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കിഴങ്ങാണ് കേട്ടോ, ചെറുകിഴങ്ങ്. അപ്പോൾ ഇത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിലത്ത് നടുന്നതും ചാക്കിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം അത്യാവശ്യം നമ്മൾ കമ്പൊക്കെ ഒന്ന് കുത്തിക്കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് പടർന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ അതിനി നമ്മളിനി ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യണം. പിന്നെ ഇവിടെ അത്യാവശ്യം ഈ മരത്തിൻ്റെയൊക്കെ തണലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി ഒരു വളർച്ച മുരടിച്ചതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ നേരെ നമ്മുടെ താഴെയുള്ള പറമ്പിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറമ്പിലേക്കും കൂടി വരും. അപ്പോൾ ഇവിടെ ഈ തൊഴിലുറപ്പുകാരെല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീനായി. പിന്നെ നമ്മുടെ ഇപ്പോൾ ചക്ക സീസണൊക്കെ കഴിയാറായി. അപ്പോൾ ഈ ഒരു ചക്കയും കൂടെ അടത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പം ചക്കയും കൂടെ അടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 1-2 ചക്കയങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അത്യാവശ്യം എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും പറിച്ച് നോക്കുകയാണ്. പഴുത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പഴുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചക്കയപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചക്ക എടുത്തിട്ട് നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഈ മഴക്കാല കാഴ്ചകളൊക്കെ കാണിച്ച സമയത്ത് കാണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കുളമുണ്ട്, അതുപോലെ തന്നെ പാടമൊക്കെയാണ്. അപ്പോൾ അവിടെ എല്ലാം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കുളിയും നനയൊക്കെയാണ് അവിടെ എല്ലാം. അപ്പം ഞാനിവിടോട്ട് വന്നത് കുറച്ച് കുറുന്തോട്ടി പറിക്കാൻ വേണ്ടിയിട്ടാണ്. വട്ടക്കുറുന്തോട്ടി. അപ്പോൾ ഇതാണ് വട്ടക്കുറുന്തോട്ടി. കണ്ടോ, ഇതൊരു ചെറിയൊരു തൈയാണ്. ഇത് കുറച്ചും കൂടെ വലുതാവും. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ ഒരു സമയത്തുണ്ടല്ലോ, നന്നായിട്ട് ഈ കുറുന്തോട്ടിയൊക്കെ കാണും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇല പറിച്ചിട്ട് ഈ ഷാമ്പു ആയിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ തലയിലെ താരനൊക്കെ പോകാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇത് പല തരത്തിലുള്ള കുറുന്തോട്ടിയുണ്ട്. ഇത് വട്ട കുറുന്തോട്ടിയാണ്. ഇതിൻ്റെ ഇലയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ്ഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ഇല മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ എല്ലാം തന്നെ ഗുണമുള്ളതാണ്. ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കുന്നത് ഈ വാതരോഗമൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഗർഭിണികൾക്കൊക്കെ കഴിക്കാവുന്നതാണ്. പാൽ കഷായമായിട്ടും ഒക്കെ ഇത് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാല സമയത്ത് നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടാനും പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഈ ആയുർചാര്യ എന്നൊക്കെ പറഞ്ഞൊരു ആയുർവേദ ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ
വേരൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ തൽക്കാലം നമ്മളിതിൻ്റെ ഇലയൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ആനക്കുറുന്തോട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഈ ആനക്കുറുന്തോട്ടി ഇത് വേറൊരു തരം കുറുന്തോട്ടിയാണ്. ഇതിൻ്റെ ഇലയൊക്കെ അത്യാവശ്യം ഒരു നീണ്ട ടൈപ്പാണ്. ഇത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ റോഡ് സൈഡിലൊക്കെ സാധാരണ ഇത് ഇച്ചിരി കൂടെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ വലിയ ഇലയായിട്ടായിരിക്കും ഇത് വരുന്നത്. നല്ല നീളമുള്ള ഇലയായിട്ട്. ഇതിനകത്തൊരു മഞ്ഞ പൂവ് കാണും. അപ്പോൾ ഇതും ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇലയും നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. നല്ല വഴുവഴുപ്പായിട്ട് നല്ല കൊഴുത്തിരിക്കും ഇതിൻ്റെ ഒരു താളിയൊക്കെ. ഇവിടെ ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ വെളും പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ഔഷധ സസ്യങ്ങൾ കാണും. നമ്മളൊന്ന് തിരഞ്ഞു നോക്കിയാൽ മതി, എന്തെങ്കിലും ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ കണ്ടുപിടിച്ചൊരു സംഭവമാണിത്, ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ഗോൾഡൻ ബെറി എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയും. പക്ഷേ ഇത് ഇന്ത്യനാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഞൊട്ടാഞ്ഞൊടിയനാണ്, ഞൊട്ടയ്ക്ക എന്നൊക്കെ പറയും. ഒരു സമയത്ത് യൂട്യൂബിലൊക്കെ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഇതിൻ്റെ ഈ ഒരു പഴം ഉണ്ടല്ലോ, ഇത് പഴുത്തത് കഴിക്കുന്നത് ഒത്തിരി ഗുണമുള്ളതാണ് ഇതിൻ്റെ ആ ഒരു സീഡ്. പഴുത്തതാണെങ്കിൽ ഒരു അത്യാവശ്യം പുളിയും മധുരവും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈയും കൂടെ ഒന്ന് പറിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഗോൾഡൻ ബെറി എന്ന് പറയുന്നത് വേറെയാണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ കുറേ ഹെലികോപ്റ്റർ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. കുറച്ചൊന്ന് താന്നിട്ടാണ്. ഈ ഒരു കൊറോണ ടൈമിലൊക്കെ ഈ ഹെലികോപ്റ്റർ കണ്ടാണ്. പിന്നെ ഇപ്പോഴാണ് ഞാനിതൊക്കെ കാണുന്നത്. നമ്മുടെ കുഞ്ഞിലെയൊക്കെ ഉണ്ടല്ലോ ഈ ഹെലികോപ്റ്ററൊക്കെ വീണ്ടും മുകളിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി മുറ്റത്തൊക്കെ ഇറങ്ങി വന്നിട്ട് ഭയങ്കര ആർപ്പുവിളിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ. പിന്നെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പഴം കണ്ടത്, പൂച്ചപ്പഴം. അതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഒരു നല്ല ടേസ്റ്റാണ്. ഇത് പഴുത്ത് കഴിയുമ്പോഴും ഒരു മധുരവും പുളിപ്പും ഒക്കെയാണ്. അപ്പോൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ കുറേ കഴിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇലയാണെങ്കിൽ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഷേപ്പ് പോലെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ വരദാനമാണ്. കാരണം ഇതൊന്നും വലിയ കീടനാശിനി ഒന്നും തളിക്കാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ട് നടേണ്ടതാണ്. അപ്പോൾ അതും കുറച്ച് പറിച്ചു. അപ്പോൾ ഇന്നത്തെ ഊരുകണ്ടൽ അവസാനിച്ചിരിക്കുകയാണ്. കിട്ടിയ കുറുന്തോട്ടിയും കുറച്ച് കൊതുകിനെ പോയിക്കാനായിട്ട് കുറച്ച് തുമ്പയും പറിച്ചിട്ടുണ്ട്. അതൊക്കെ പറിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് താഴെയുള്ളൊരു വഴിയാണ് കേട്ടോ. ഈ വഴി കൂടെ വേണം നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. ഇതൊരു ചെറിയൊരു ഇടവഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.